Hello everyone, welcome back to Mary Street. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ജ്യൂസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ഗ്രേപ്സ് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. നല്ല എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ പ്രത്യേകമായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഒരു 300-400 ഗ്രാമോളം നല്ല കറുത്ത ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, അത് ഗ്രേപ്സിൻ്റെ മധുരം അനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത്. ഇനി അത് നോക്കി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. 2 ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. ഗ്രാമ്പുവിൻ്റെ ഫ്ലേവർ ഒരു 3-4 എണ്ണത്തിൻ്റെ ആയാലും നല്ലതായിരിക്കും കേട്ടോ. ഞാൻ 2 എണ്ണം ചേർത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിയുമ്പോഴേക്കും ഗ്രേപ്സ് എല്ലാം ഈ ഒരു അവസ്ഥയിലെത്തും. നന്നായിട്ട് വെന്ത് അതിൻ്റെ കളറെല്ലാം അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള അവസ്ഥയിലാണ് എത്തുക കേട്ടോ. കുറച്ച് നേരം അതൊന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കുക ജ്യൂസ്. ഗ്രേപ്സ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കട്ടോ. നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കുക്ക് ചെയ്യുമല്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് മൊത്തം ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ ജ്യൂസ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളത് മുഴുവനും നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ആ ഗ്രേപ്സിൻ്റെ ഫ്ലേവേഴ്സും മൊത്തം നമുക്ക് കിട്ടേ. ഇതാ കണ്ടില്ല, ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വെള്ളം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഫ്ലേവർ ഉള്ളതാണ്. അപ്പോൾ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടെ. ഇനി നമ്മുടെ റോബസ്റ്റ് പഴം ഉണ്ടല്ലോ, അതൊരു മീഡിയം പഴം ഞാൻ ചേർക്കുന്നുണ്ട്. ഒരുപാട് വലുതല്ല, മീഡിയം സൈസുള്ള ഒരു പഴം ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ ഒരു 2-3 സ്പൂണും കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസിലേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ പഴത്തിൻ്റെ ബനാനയുടെ ജ്യൂസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഞാലിപ്പൂവിനോ ഏത് പഴം വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഗ്രേപ്പ് ജ്യൂസിൻ്റെ കൂടെ ബനാന വരുമ്പോൾ. ഒരു സ്പെഷ്യൽ രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനതൊരു ജാറിലേക്ക് ഒഴിക്കുകയാണ്. നല്ലൊരു കളറുമാണ് നമ്മുടെ ജ്യൂസിന്. പിന്നെ നമ്മളിതിൻ്റെ പദം മാറ്റിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 4-5 ഗ്ലാസ്സോളം നമുക്ക് ഈ ഒരു ജ്യൂസ് ഈ ഒരു അളവിൽ നിന്ന് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ അളവ് ഒരു 3-4 ആയാലും നല്ലതായിരിക്കും. ഇപ്പോൾ ഇതിലൊരു മൈൽഡ് ഫ്ലേവറാണ് ഉണ്ടായിരുന്നത്. കുറച്ചും കൂടെ വന്നാലും നല്ലൊരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യാം. Like, share and subscribe everyone. Thank you.